ഹലോ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു ഒരു യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് ചെറിയൊരു വിരുന്നുണ്ടായിരുന്നു. ഇക്കയുടെ ഫ്രണ്ടിൻ്റെ വീട്ടിലായിരുന്നു. നമ്മൾ നേരത്തെ ഇതുപോലെ ആ വീട്ടിൽ തന്നെ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നും എല്ലാവരും ഒന്ന് ഒരുമിച്ച് കൂടാമെന്ന് പറഞ്ഞപ്പോൾ ഒരു ഈവനിങ് ആയപ്പോൾ ഞാനും കുട്ടീസൊക്കെ റെഡിയായി. പിന്നെ നമ്മൾ നേരെ അങ്ങോട്ട് വിട്ടു കേട്ടോ. അങ്ങനെ നമ്മൾ വീടെത്തി കഴിഞ്ഞാൽ താത്തൂനും ബേബിക്കും അകത്ത് കയറുന്ന ഇഷ്ടമല്ല കേട്ടോ. ആ ഫ്രണ്ട് ആ ഒരു ഏരിയ ഭയങ്കര ഇഷ്ടമാണ് അവർക്ക്. അവിടെ ആയിരിക്കും ടോയ്സും അതുപോലെ തന്നെ എന്തെങ്കിലുമൊക്കെ വണ്ടികളൊക്കെ ഉണ്ടാകും. അപ്പോൾ അതിലിരുന്നിട്ട് അങ്ങനെ കളിച്ചുകൊണ്ടിരിക്കും. അകത്തേക്ക് കയറി കഴിഞ്ഞാൽ ഒട്ടും ഇഷ്ടമല്ലാതായിരുന്നു കേട്ടോ. അവിടെ ചെന്ന് കഴിഞ്ഞാൽ പിന്നെ പുറത്തായിരിക്കും താത്തും ബേബിയും. പിന്നെ അവിടെ ചെന്നപ്പോൾ നമുക്ക് ജ്യൂസ് ഉണ്ടായിരുന്നു. പിന്നെ അതൊക്കെ കുടിച്ചു പിള്ളേർ കളിക്കുന്നതൊക്കെ നോക്കിയിരുന്നു. നമ്മളാണ് കേട്ടോ ആദ്യം വന്നത്. അതിന് ശേഷം ഇക്കയുടെ വേറൊരു ഫ്രണ്ടും വൈഫും വന്നായിരുന്നു. ഇത് താത്തും ബേബിയും പിന്നെ അവിടുത്തെ ആയിഷ ബേബിയുമാണ് കേട്ടോ. അവർ നല്ല ഫ്രണ്ട്സാണ്. എല്ലാവരുമായിട്ടും നല്ല കമ്പനി ആയിട്ടോ. ഇങ്ങനെ ചെറിയ ചെറിയ വിരുന്നെടുക്ക് വെക്കണോണ്ട് എല്ലാ കുട്ടികളും നല്ല കമ്പനിയായി മാറിയായിരുന്നു കേട്ടോ. പിന്നെ ഐഷയും കുട്ടിയും വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞില്ലേ, നമ്മളാണ് ആദ്യം വന്നത്. വിളിച്ചു ചോദിച്ചപ്പോൾ അവിടെ ആരും വന്നിട്ടില്ല എന്നറിഞ്ഞപ്പോൾ നമ്മൾ നേരത്തെ ഇറങ്ങിയതാണ്. പിന്നെ അവരും വെള്ളം കുടിച്ചു. പിന്നെ കുറച്ച് നമ്മൾ സംസാരിക്കുക ചെയ്തിട്ടോ. എന്നെ ആക്കി കഴിഞ്ഞപ്പോൾ ഇക്കാക്ക കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ വീട്ടിലോട്ട് പോയായിരുന്നു. അതായത് നമ്മൾ ആടിനെയാണ് വാങ്ങണത്. അപ്പോൾ അതിന് എന്തോ ചെയ്യാനൊക്കെ ആയിട്ട് കുറച്ച് കമ്പിയും കാര്യങ്ങളൊക്കെ വേണമായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വീട്ടിലോട്ട് പോയേക്കായിരുന്നു. അസായാണെങ്കിൽ ബിസ്ക്കറ്റിൽ ക്രീമൊക്കെ മാറ്റിയിട്ട് ബിസ്ക്കറ്റ് മാത്രം അവിടെ വച്ചേക്കായിരുന്നു. ക്രീം കഴിച്ചിട്ട് ബാക്കിയൊക്കെ വച്ചേക്കായിരുന്നു. പിന്നെ നൈറ്റായി ഇപ്പം മാലും അനീഷയൊക്കെ വന്നു. പിന്നെ കുട്ടികൾക്ക് നല്ല ഹരമായിരുന്നു കേട്ടോ. പിന്നെ അകത്ത് സെറ്റിലും ചാടിക്കളിക്കലും ബെഡുമൊക്കെ ചാടിക്കളിക്കലായിരുന്നു. ഫുഡ് പെട്ടെന്ന് ആവില്ല എന്ന് അറിഞ്ഞപ്പോൾ തന്നെ ഒരു ഫ്രണ്ടിൻ്റെ വൈഫിൻ്റെ വീട് അവിടെ തൊട്ടടുത്ത് തന്നെയായിരുന്നു. അപ്പോൾ അവൾ പറഞ്ഞു നമുക്ക് അവളുടെ വീട്ടിൽ പോകാമെന്ന് പറഞ്ഞപ്പോൾ നൈറ്റ് നമ്മൾ ബേബീസിനെ എടുത്തുകൊണ്ട് അങ്ങോട്ട് പോകാൻ കേട്ടോ. അടുത്താണെന്ന് പറഞ്ഞിട്ടാണ് പോയത്. പക്ഷെ ഒരുപാട് ലോങ് ആയിരുന്നു. ആ ഒരു ഏരിയ തന്നെയാണ്. പക്ഷെ നടന്നപ്പോൾ ഒരുപാട് ഏരിയ ഉണ്ടായി. പിന്നെ നമ്മൾ കുട്ടികളെയും പിടിച്ചിട്ടല്ലേ നടക്കണം. അപ്പോൾ അതിൻ്റേതായ റിസ്ക് ഉണ്ടായിരുന്നു. പിന്നെ അവിടെ ചെന്നപ്പോൾ ജ്യൂസ് ഉണ്ടായിരുന്നു, ലൈം ജ്യൂസ് ഉണ്ടായിരുന്നു. പിന്നെ അതുപോലെ തന്നെ സ്നാക്സ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞ് ചെന്ന് കഴിഞ്ഞപ്പോൾ നമ്മൾ വീട്ടിൽ ചെന്നെത്തിയപ്പോൾ ആടിനെ വേവിക്കാൻ വെച്ചേക്കായിരുന്നു. പിന്നെ ബബ്ലൂസ് നാരങ്ങ ഉണ്ടായിരുന്നു. അവിടെ ഒരു മരം ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ നിന്ന് ബബ്ലൂസ് നാരങ്ങ പറിച്ചു. പിന്നെ ഇതൊക്കെ ഒരു രസമല്ലേ എല്ലാവരും കൂടുമ്പോൾ അങ്ങനെ കഴിക്കലൊക്കെ. അപ്പം തന്നെ ഉപ്പും മുളകും തിരുമ്മിയിട്ടാണ് കേട്ടോ കഴിച്ചത്. എനിക്ക് നോർമൽ വെറുതെ കഴിക്കാനാണ് ഇഷ്ടം. ഇങ്ങനെ ഉപ്പും മുളകും കൂട്ടണേക്കാൾ കൂടുതൽ എനിക്കിഷ്ടം അങ്ങനെ നോർമൽ കഴിക്കുന്നതാണ്. ഞാൻ അങ്ങനെ കഴിച്ചിട്ടുമില്ല കേട്ടോ. അത് കഴിഞ്ഞ് വേവിച്ച് കഴിഞ്ഞപ്പോൾ നമ്മുടെ ആടിനെ ഒന്ന് ജസ്റ്റ് പുറത്തേക്ക് എടുത്തായിരുന്നു. പിന്നെ കുട്ടികളൊക്കെ കമാൻഡ് കൂടെ കളിക്കുകയൊക്കെ ചെയ്തു. അവരാണ് കുക്കിംഗ് മൊത്തം ഏറ്റെടുത്തത്. പിന്നെ നൈറ്റായപ്പോൾ നല്ല ചൂടും കട്ടൻ കാപ്പി ഉണ്ടാക്കിയായിരുന്നു. അതും കുടിച്ചു. പിന്നെ പെണ്ണുങ്ങളെല്ലാവരും നമ്മൾ ബെഡിൽ കൂടി കുറച്ച് സൊറവരച്ചിലും കാര്യങ്ങളൊക്കെ ആയിരുന്നു. കുട്ടികളാണെങ്കിൽ നമ്മുടെ സൈഡിലിരുന്ന് കളിയുമായിരുന്നു. പിന്നെ ഇക്കാക്കന്മാരെല്ലാവരും ആടിനെ ആ ഒരു ഫോക്കസ് ചെയ്തിരിക്കുകയായിരുന്നു കേട്ടോ. പിന്നെ മസാലയൊക്കെ ചെയ്ത് നമ്മുടെ ആട് റെഡിയായി. മന്തിയാണ് അതിൻ്റെ കോമ്പിനേഷനായിട്ട് ഉണ്ടാക്കിയായിരുന്നത്. അങ്ങനെ മന്തി ആദ്യം കണ്ടപ്പോൾ നമുക്ക് തികയുമെന്നൊക്കെ ഒരു ടെൻഷനായിരുന്നു കേട്ടോ. പക്ഷെ നല്ല ഫുഡായിരുന്നു കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ ആട് കുറച്ചും കൂടി വേവാനുണ്ടായിരുന്നു. പിന്നെ പിടിയും വലിയൊക്കെ ആയിരുന്നു കേട്ടോ ആടിന് വേണ്ടിയിട്ട്. ഇക്കാക്കന്മാർ മുകളിലിരുന്നാണ് കഴിച്ചത്, നമ്മൾ താഴെ ഇരുന്നാണ് കേട്ടോ കഴിച്ചത്. അങ്ങനെ അത് കഴിഞ്ഞ് നമ്മളൊരു 12:30 ആയപ്പോൾ എല്ലാവരും വീട്ടിലോട്ട് പോയി. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ചെറിയ വീഡിയോ ആണ്. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. താങ്ക് യു.